ഒരു സഖാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളതാണ്. പുതുക്കി കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്തോ നഷ്ടം, മറ്റേ ലോകകപ്പ് കിട്ടിയില്ല എന്നുള്ള നഷ്ടബോധമൊക്കെ ഉള്ളവരാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ചു കാലമായി CPM-ലും CPI-ലും ആളുകൾ പുതുക്കുന്നില്ല, മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. അതിലിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവൊന്നുമല്ല അദ്ദേഹം, അങ്ങനെ പറയാൻ. ഇനി അണിയാണോ എന്ന് ചോദിച്ചാൽ അണിയുമല്ല. അദ്ദേഹം CPI-ൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാളാണ്. CPI-യുടെ ലായേഴ്സ് സമിതിയിലും അംഗമാണ്, വക്കീലന്മാരുടെ സംഘടനയിലും അംഗമാണ്, ഇടതുപക്ഷത്തിൻ്റെ. അദ്ദേഹം പക്ഷേ ഇപ്പോൾ ഇത് മെമ്പർഷിപ്പ് പുതുക്കിയില്ലോ എന്നുള്ളതൊരു വലിയ വാർത്തയാക്കി പലരും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു എന്തോന്ന് പുതുക്കാൻ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ചാണ്. പക്ഷെ ജയശങ്കറിനെ കുറിച്ചുള്ള വീഡിയോ അല്ല ഇത്. ജയശങ്കരന്മാർ നൂറുകണക്കിന് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. ഒന്നുകിൽ സൈലൻ്റ് ആവുന്നു, ഒരുപാട് ആളുകൾ BJP പോകുന്നു, വേറെ കുറച്ച് പേര് കോൺഗ്രസ്സിൽ പോകുന്നു, കുറച്ച് പേര് CPI-ൽ പോകുന്നു. വളരെ വലിയ തോതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും CPM-ലേക്ക് പോകുന്നു. CPI-ൽ നിന്ന് കുറേയധികം പേർ CPM-ലേക്ക് പോകുന്നു. CPM-ൽ നിന്ന് മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നു. എന്തായാലും BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPM-ലേക്കും CPI-ലേക്കും വരുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മെമ്പർഷിപ്പ് കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ആളുകൾ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാർത്ത. പിന്നെ കുറേ പേർ മറ്റ് പാർട്ടികളിലൊന്നും പോയിട്ടില്ല. അവർ നിശബ്ദരാകുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി, എന്നാൽ അവർ സംഘടന പ്രവർത്തനം മതിയാക്കിയിട്ടില്ല. പൂക്ക സാസ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അല്ലെങ്കിൽ നാട്ടിലെ യുവകലാസാഹിതി, പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി ക്ലബ്ബ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടന, റെസിഡൻസ് അസോസിയേഷൻ, അമ്പല കമ്മിറ്റി തുടങ്ങി എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ അവരുണ്ട്. എഴുത്ത്, വായന, പ്രഭാഷണം, ക്ലാസ്, ചർച്ച, സെമിനാർ എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ ബൗദ്ധികമായ ബുദ്ധി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ വീട്ടിലിരിക്കുന്നു എന്ന് പറയാനാവില്ല. പക്ഷേ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ CPM-നും CPI-ക്കകത്തും ഈ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. CPM-ലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, CPI-ലും ഇത് വളരെ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വരുന്ന വാർത്ത. എന്തായാലും ഈ രണ്ട് പാർട്ടിയിലും വളരെ കൃത്യമായ കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജയശങ്കർ CPI-ൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ, മെമ്പർഷിപ്പ് ഉള്ളപ്പോൾ തന്നെ ഏറ്റവും വലിയ പിണറായി വിരുദ്ധനായിരുന്നു. ഒരുപക്ഷെ VD സതീശൻ്റെ UDF മന്ത്രിസഭ വരുന്നതിൽ നിർണായകമായ പങ്ക് ചാനൽ ചർച്ചകൾ വഴി ജയശങ്കറിനുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസമാണ് അദ്ദേഹം ചാനലുകളിൽ വന്ന് പറഞ്ഞതും, ഫേസ്ബുക്ക് വഴിയൊക്കെ പറഞ്ഞതും, വീഡിയോ വഴിയൊക്കെ. ഞാൻ ഇന്നലെ വരെ വോട്ട് ചെയ്തിരുന്നത് ഇടതുപക്ഷത്തിനാണ്, പക്ഷേ ഇപ്രാവശ്യം ഞാനിതാ ഒരു പ്രാവശ്യത്തേക്ക് മാറ്റി UDF-ന് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആടി ഉലഞ്ഞു നിൽക്കുന്ന വോട്ടർമാരെ സംബന്ധിച്ച് അവർ വിചാരിക്കും ജയശങ്കറൊക്കെ അങ്ങനെ ചെയ്തെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ഇടതുപക്ഷത്തിന് കൊടുത്തതല്ലേ, ഇപ്രാവശ്യം ഒരു വോട്ട് മാറ്റി കൊടുത്തു കളയാം എന്ന് വിചാരിച്ച് വോട്ട് മാറ്റി ചെയ്ത നിരവധി പേരുണ്ടെന്നാണ് പറയുന്നത്. അതും കൂടെയൊക്കെ കിട്ടിയിട്ടാണ് UDF ജയിക്കുന്നത്. അല്ലെ പിന്നെ 102 സീറ്റിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഇടതുപക്ഷത്തെ വല്ലാതെ ക്ഷീണിപ്പിച്ച്, പ്രത്യേകിച്ച് പിണറായി വിജയനെ നഖശികാന്തം, ഭാഷ കൊണ്ടും ആംഗ്യം കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടുമൊക്കെ നഖശികാന്തം എല്ലാ ചാനലുകളിലും, ഫേസ്ബുക്കിലും, ഓൺലൈൻ ചാനലുകളുടെയൊക്കെ രാജാവാണ് അദ്ദേഹം. ഒരുപാട് ഓൺലൈൻ ചാനലുകൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂകളും കൊടുക്കാറുണ്ട്. അവിടെയൊക്കെ വന്ന് അദ്ദേഹം കൃത്യമായി പിണറായി വിരുദ്ധത അല്ലെങ്കിൽ പിണറായിയോടുള്ള എതിർപ്പ് പറയുമായിരുന്നു. അദ്ദേഹം അത് പറയുന്നത് ഭരണകൂടത്തോടുള്ള എതിർപ്പാണ്, അല്ല പിണറായിയോടുള്ള വ്യക്തിപരമായ എതിർപ്പൊന്നുമല്ല. പക്ഷേ അവസാനം വന്ന് ഭവിച്ചത് പിണറായിക്കെതിരെയുള്ളൊരു എതിർപ്പായി തന്നെയാണ് അത് വന്ന് ഭവിച്ചത്. കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ ജയശങ്കർ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, വക്കീലാണ്, പിന്നെ ചാനൽ ഗസ്റ്റാണ്, എല്ലാമാണ്. അദ്ദേഹത്തിന് വലിയൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹം വളരെ വലിയൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. ബുദ്ധിജീവികളുടെ ഇടയിലും അതുപോലെ തന്നെ സാഹിത്യ സദസ്സുകളിലുമൊക്കെ വലിയൊരു പേരുള്ള വ്യക്തിയാണ്. എന്തായാലും ജയശങ്കറിൻ്റെ ഈ
മെമ്പർഷിപ്പ് പുതുക്കാത്തതൊരു വാർത്തയായിട്ടുണ്ട്. പക്ഷേ ആ വാർത്തയ്ക്ക് ജയശങ്കർ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കൊടുക്കുന്നതെന്ന് ജയശങ്കർ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്നായാലും അംഗത്വം ജയശങ്കർ പുതുക്കിയിട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയമായ വിമർശകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ ജയശങ്കർ CPI അംഗത്വം പുതുക്കിയില്ല എന്നാണ് പറയുന്നത്. പാർട്ടിയുടെ ഹൈക്കോടതി ബ്രാഞ്ചിലെ അംഗമായിരുന്നു അദ്ദേഹം. കൊച്ചിയിലെ സമയപരിധി കഴിഞ്ഞതിനാൽ ഇനി അടുത്ത വർഷം പുതിയ അപേക്ഷ സമർപ്പിച്ച് അംഗീകരിക്കപ്പെട്ടാലേ പുതുക്കാനാകൂ. അപ്പോൾ ഇനിയിപ്പോൾ സമയം കഴിഞ്ഞു പോയി. CPIയുടെ അഭിഭാഷക സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് ഓഫ് ലായിലെ അംഗത്വം തുടരും. ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഞാൻ ഈ പറഞ്ഞ പോലെ അതിരൂക്ഷമായ വിമർശനം ചാനൽ ചർച്ചകൾ ഉയർത്തിയിരുന്നു ആളാണ്. അതുകൊണ്ട് തന്നെ അംഗത്വം പുതുക്കുന്നതിൽ പാർട്ടി ഇടപെട്ടിട്ടില്ലെന്നാണ് സൂചന. മുമ്പ് അംഗത്വം പുതുക്കാൻ ഹൈക്കോർട്ട് ഘടകം തയ്യാറാകാതിരുന്നപ്പോൾ ജയശങ്കർ മുൻകൈയെടുത്ത് അത് പുതുക്കി വാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ജയശങ്കർ ഒന്ന് അറച്ചു. VD സതീശൻ വോട്ടുമൊക്കെ ചെയ്ത് അദ്ദേഹം ആ ഭാഗത്തുള്ളതാണ്, എറണാകുളത്തെ വോട്ടറാണ് ജില്ലയിൽ. അപ്പോൾ വോട്ടൊക്കെ ചെയ്ത് ഒരു സതീശനൊരു ഗ്രേസ് പീരീഡ്, ഒരു ബോണസ് പീരീഡ് കൊടുത്തിരിക്കുകയാണ്. അതുവരെ സതീശനൊന്നും പറയുന്നുമില്ല. അപ്പോൾ എന്തായാലും ജയശങ്കർ പുതുക്കിയിട്ടില്ല. ജയശങ്കരന്മാർ നൂറുകണക്കിന് പുതുക്കുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു സാങ്കത്യം. അല്ലാതെ ജയശങ്കർ പുതുക്കോ ഇല്ല എന്നുള്ളതിന് വാർത്തയില്ല. എന്നെ സംബന്ധിച്ച് നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ CPIയിലും CPMലും മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളതും സൈലൻ്റ് ആവുന്നു എന്നുള്ളതും അവർ മറ്റ് സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ചിലർ ആത്മീയ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ മാറുന്നു എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത.